വാക്കാൻ. ലോകത്തിലെ ഏത് ഡോക്ടർമാർക്കും ഭയങ്കര ഇതായിരിക്കും അദ്ദേഹത്തിനെ പോയി ചികിത്സിച്ചു എന്ന് പറയാൻ. പക്ഷെ എന്നിട്ടും നടക്കൂല. അല്ലാഹ് തീരുമാനിച്ചിട്ടേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ യഖീൻ അത് അല്ലാഹുവിലായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത്. അല്ലാഹുവിനെ കൂടാതെ ഒരു കാര്യവും നടത്താൻ ആളുകളില്ല, ഒരാൾക്കും കഴിയുകയില്ല. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി, ഖാലിഖും ബാരിഉമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരും. ഖാലിഖ് എന്ന് പറഞ്ഞാലും സിട്ടാവ് എന്ന് തന്നെയാണ്, ബാരി എന്ന് പറഞ്ഞാലും സിട്ടാവ് എന്ന് തന്നെയാണ് ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ അർത്ഥം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഖാലിഖ് എന്താണ് ബാരി എന്താണെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് അതിനെ മുഖദ്ദറാക്കിയവനാണ് ഖാലിഖ്. ബാരി എന്ന് പറഞ്ഞാൽ ആ മുഖദ്ദറാക്കിയതിനെ അതിന്റെ അവസാനം വരെ ഉപയോഗപ്പെടുത്തുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഖാലിഖായ അല്ലാഹു നമ്മുടെ കണ്ണിനെ സൃഷ്ടിച്ചു. അതിനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് കാണാനുള്ളതാണ്. ചെവിയെ സൃഷ്ടിച്ചു അത് കേൾക്കാനുള്ളതാണ്. നാക്കിനെ സൃഷ്ടിച്ചു അത് സംസാരിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ദിക്ർ ചെയ്യാനുള്ളതാണ്. ബുദ്ധിയെ സൃഷ്ടിച്ചു അത് ചിന്തിക്കാനുള്ളതാണ്. സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ അല്ലാഹു കണക്കാക്കി. ഇപ്പോൾ നമ്മുടെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ബാരി എന്ന സിഫത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ അസ്മാഉൽ ഹുസ്ന വലിയൊരു ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരാം. അതിൽ ബാരിഇനെ വളരെ വിശദമായി വിശദീകരിച്ചിട്ട് അവസാനം പറയുന്നുണ്ട്, ആര് ബാരിഇനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയോ അവൻ ഈ ജീവിതത്തിൽ എളുപ്പമാണ് ജീവിക്കൽ. ഓരോ നിമിഷത്തിലും അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കൽ എളുപ്പമാണ്. കാരണം നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് ക്യാമറകളെ ഫിറ്റ് ചെയ്ത് ഓരോ മൈക്രോ സെക്കൻഡുകൾക്കിടയിലും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവാണ്. ഈ നിമിഷത്തിലും പണ്ട് തീരുമാനിച്ചതല്ല, ഇപ്പോഴും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് തീരുമാനിച്ചു ഖാലിഖായ അല്ലാഹ്, ഇപ്പൊ അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ബാരി ആയ അല്ലാഹ്. നമ്മുടെ നാക്കിനെ, നമ്മുടെ ചെവിയെ, നമ്മുടെ ഹൃദയം ഇപ്പം മിടിച്ചോണ്ടിരിക്കുകയാണ്. ആരാ ഇപ്പം മിടിപ്പിച്ചോണ്ടിരിക്കുന്ന സഹോദരന്മാരെ? നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ അല്ല, നമ്മുടെ അധികാരമല്ല, നമ്മുടെ ഒന്നുമല്ല. ആരാണ് ഇപ്പോൾ മിടിപ്പിച്ചോണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തെ ഇപ്പം മിടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഒരു കിഡ്നിയിൽ 10 ലക്ഷം മരിപ്പകളാണ് കുട്ടികൾ സയൻസിൽ പഠിക്കുന്നുണ്ട്. ഒരൊറ്റ കിഡ്നിയിൽ 10 ലക്ഷം മരിപ്പകൾ പാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ 10 ലക്ഷം മരിപ്പകളെ കൊണ്ട് അല്ലാഹു ഓരോ സെക്കൻഡിലും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഉള്ളിലുള്ള സിരകളെ ലേറ്റസ്റ്റ് ടെക്സ്റ്റൈൽ, ബയോളജിയുടെ ടെക്സ്റ്റൈൽ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. നീട്ടിവെച്ചാൽ, അഥവാ കണ്ണിലേക്കുള്ള കോടിക്കണക്കിന് സിരകൾ, കാതിലേക്കുള്ള കോടിക്കണക്കിന് സിരകൾ, അങ്ങനെ നേർത്തതും വലിയതുമായ എല്ലാ സിരകളെയും നീട്ടിവെച്ചാൽ നാം ഈ വസിക്കുന്ന ഭൂമിയെ 2 തവണ ചുറ്റാവുന്ന അത്രയും സിരകൾ ഒരു മനുഷ്യന്റെ ദേഹത്തിലുണ്ട്. ഇതിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിലേക്ക് മുഴുവനും രക്തത്തിന്റെ അംശങ്ങളെ, അതിൽ WBC, RBC പല പേരിലും നമ്മൾ അറിയപ്പെടുന്ന കാര്യങ്ങളെ മുഴുവൻ പറഞ്ഞയക്കുന്നവൻ, അതിനുവേണ്ടി പ്ലാസ്മയെ തയ്യാറാക്കുന്നവൻ, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളെയും തയ്യാറാക്കുന്നവൻ, ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ കാര്യം നടത്തുന്നവൻ അല്ലാഹുവാണ്. ഇത് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹോദരന്മാരെ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ അസുഖം ഏതാന്ന് ചോദിച്ചാൽ സാധാരണ ഡോക്ടർമാർ പറയാറുണ്ട്, വേറുള്ളതൊന്നുമല്ല, മെന്റൽ ഡിസീസാണ്. മെൻ്റൽ ഡിസീസ്. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്വാഭാവിക മൈൻഡ് വരും. പക്ഷേ ഭ്രാന്തനായ ഒരു മനുഷ്യനെ അല്ലാഹു നമ്മളെല്ലാവരെയും വേണ്ടപ്പെട്ടവരെയും കാക്കുമാറാകട്ടെ. ഒരു ഭ്രാന്താലയത്തിൽ നിങ്ങളൊന്ന് സമീപിച്ച് നോക്കിൻ, നമുക്ക് വലിയ ബേജാറ് തോന്നും. സെല്ലുകളിൽ ബന്ധിച്ചുകൊണ്ട് കുറേ ആൾക്കാർ, ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് കുറേ ആൾക്കാർ. നമുക്ക് തോന്നിപ്പോകും സഹോദരന്മാരെ, ഒരു മനുഷ്യനും നോക്കാൻ നിൽക്കുകയില്ല. കൂടെ ഭാര്യ പോലും നോക്കാൻ നിൽക്കില്ല. കാരണം സെല്ലിൻ്റെ ഉള്ളിൽ എങ്ങനെ പോയി നിൽക്കും? ചങ്ങലയിൽ ബന്ധിച്ചൊരു മനുഷ്യനെ എങ്ങനെ ഒരു ഭാര്യയും മക്കൾ നോക്കി നിൽക്കും? വല്ലാത്തൊരു അസുഖമാണ് സഹോദരന്മാർ. അവർക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും, എത്ര ആഗ്രഹം ഉണ്ടാവും അവരുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്നും മാറിക്കിട്ടാൻ. സഹോദരന്മാർ, ഇത് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നമ്മുടെ ഈ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒക്കെ ഭാഗങ്ങൾ ഇപ്പോഴും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? അല്ലാഹുവാണ്. അത് നമ്മുടെ സമ്പത്തും നമ്മുടെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എത്ര വലിയ സമ്പന്നനായാലും ശരി, മൈൻഡ് ഒന്ന് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ മക്കൾക്ക് പോലും ഒരു വിലയുണ്ടാവില്ല. മിണ്ടാതിരുന്നോളി അവിടെ എന്ന് പറയും. നമ്മുടെ വാക്കുകൾക്ക് വില ഉണ്ടാവില്ല. അല്ലാഹു കാക്കുമാറാട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്കമുൽ ഹാക്കിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാമുൽ ഗുയൂബായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ടറിഞ്ഞ് മനസ്സ് വെച്ച് ഇതിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാരി ആയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആന്തരികാംശങ്ങളെ മുഴുവനും, ഇതിനെക്കുറിച്ചൊരു ഡോക്ടർ ഒരു ഗ്രന്ഥം എഴുതി, ജർമ്മൻ ഡോക്ടർ, ലാസ്റ്റ് അദ്ദേഹം എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഡോക്ടർമാർ അല്ലെങ്കിൽ മനുഷ്യന്മാരാരും പറഞ്ഞേക്കണ്ട എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന്. നമ്മുടെ കോംപ്ലിക്കേഷൻ അത്രത്തോളാണ് ഉള്ളിൽ നടക്കുന്നത്.
കിടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബട്ട് there is a miraculous question is remains. അവിടെ ഒരു അത്ഭുതകരമായ ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട്. എന്തുകൊണ്ടവൻ ജീവിക്കുന്നു? എന്തുകൊണ്ടവൻ ജീവിക്കുന്നു? ലോകത്തിലെ ജർമ്മൻ ഡോക്ടേഴ്സിന് വലിയ കൗതുകമാണ്, why he is living, അവൻ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന്. പക്ഷെ നമുക്കതിന് ആൻസർ ഉണ്ട്. എന്തുകൊണ്ട്? പറഞ്ഞാട്ടെ, എന്തുകൊണ്ട്? ആരെക്കൊണ്ട്? അള്ളാഹിനെ കൊണ്ട്. അള്ളാഹു ഈ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അള്ളാഹു നമ്മുടെ റിസ്കിനെ തയ്യാറാക്കിയവനാണ്. ആ 25 കിലോ അല്ലെങ്കിൽ 25 രൂപയാണ് 1 കിലോ അരിക്ക്, അല്ലെങ്കിൽ 30 രൂപയാണ് 1 കിലോ അരിക്ക്. സഹോദരന്മാരെ, 30,000 ട്രില്യൺ ഡോളർ കൊടുത്താൽ, അല്ലെങ്കിൽ 30,000 കോടി ട്രില്യൺ ഡോളർ കൊടുത്താൽ ഒരു അരിമണി ഉണ്ടാക്കാൻ ലോകത്തിലെ മുഴുവൻ സയന്റിസ്റ്റുകൾ വിചാരിച്ചാലും നടക്കൂല. ഒരു ചാളയുടെ വില, അല്ലെങ്കിൽ 1 കിലോ ചാളക്ക്, ചാള എന്നല്ലേ ഇവിടെ പറയാ, ഞങ്ങളെ നാട്ടിലെ മത്തി ഇവിടെ പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ടാണ് ചാള, 1 കിലോ ചാളക്ക് 50 രൂപയാണ് വില, അല്ലെങ്കിൽ 100 രൂപയാണ് വില. സഹോദരന്മാരെ, 100 കോടി ട്രില്യൺ ഡോളർ കൊടുത്താലും ഒരു ചാളയെ ഉണ്ടാക്കാൻ ലോകത്തിലെ മനുഷ്യന്മാർക്ക് കഴിയില്ല. മഴയില്ലാതെ കേരളം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മഴ പെയ്യിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രദേശത്തും നിറഞ്ഞ മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല കോരിച്ചൊരിയുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മഴയില്ലാതെ പ്രതീക്ഷിച്ചിട്ട് പല രാജ്യങ്ങളിൽ നിന്നും പലപ്പോഴും നമ്മൾ കണ്ടതാണ്. സഹോദരന്മാരെ, പലായനം ചെയ്യുന്ന ആളുകൾ, കൊടവും ബക്കറ്റും എന്തിയിട്ട് അവരവരുടെ നാട് വിട്ടു പോകുന്ന ആളുകൾ. സഹോദരന്മാരെ, മഴയെ പെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിൽ യക്കീന് വെച്ചാൽ മാത്രമേ അള്ളാഹു മഴയെ പെയ്യിപ്പിക്കൂ. സഹോദരന്മാരെ, മഴയില്ലാതെ വരുമ്പോൾ ആരിലേക്ക് തിരിയണം? അള്ളാഹുവിലേക്ക് തിരിയണം. കാരണം അള്ളാഹു ഖുർആനിൽ ചോദിക്കാണ്, ഞാനാണോ അതിനെ പെയ്യിപ്പിക്കുന്നത്? നിങ്ങളാണോ അതിനെ പെയ്യിപ്പിക്കുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അതോ ഞാനാണോ അതിനെ പെയ്യിപ്പിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് പെയ്യിപ്പിക്കാൻ ഈ അള്ളാഹു മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ. എന്നിട്ടും സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്. സഹോദരന്മാരെ, നമ്മളോട് വലിയ സ്നേഹമാണ്, വലിയ ഇഷ്ടമാണ്. എന്നിട്ട് അള്ളാഹു വലിയ സങ്കടത്തോടു കൂടി, നമ്മളോടുള്ള പരിദേവനത്തോടു കൂടി അള്ളാഹു പറയാണ്, എന്നിട്ടും ഈ മനുഷ്യൻ എന്നോട് വല്ലാതെ നന്ദി കെട്ടിരിക്കുകയാണ്. അള്ളാഹു അതിന് ആദ്യം ഉപയോഗിക്കുന്ന വാക്കൻ എന്താണ്? സഹോദരന്മാരെ, ഒരു സൂറത്ത് തുടങ്ങുന്നതിന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ടാവും, വൽആദിയാതി ലബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹൻ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ. ഭയങ്കര ഗൗരവമായിട്ട് അള്ളാഹു പറയാം. ഒരു കുതിരയെ ഉപമിച്ചുകൊണ്ട്, കുതിര എന്ന വാക്കിൽ അതിലില്ല, പക്ഷെ കുതിരയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ എഴുതിയിട്ടുണ്ട്. അതീവ വേഗതയിലൂടെ കിതക്കുന്നവയെ തന്നെ സത്യം. വൽആദിയാതി ലബ്ഹൻ, വേഗത കൂടിയിട്ട് കിതച്ചോണ്ട് പോവാണ് ഒരു കുതിര, അതുകൊണ്ട് തന്നെ സത്യം. വൽആദിയാതി ലബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ, അതിൻ്റെ കുളമ്പുകൾ തട്ടി പാറയിൽ ഉരസിയിട്ട് തീപ്പൊരി പാറുന്നുണ്ട്, അവയെ കൊണ്ട് തന്നെ സത്യം. എത്ര ശക്തമായിട്ടായിരിക്കും അത് ഓടുന്നത്. വൽആദിയാതി ലബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹാ, പ്രഭാതത്തിലാണ് അത് അക്രമം നടത്തുന്നത്. പ്രഭാതം അതിനൊരു പ്രശ്നമല്ല. കാരണം എല്ലാവരും രാവിലെ കിടന്നിറങ്ങുമ്പോൾ അതിരാവിലെ തൻ്റെ മാസ്റ്ററെയും പുറത്തിരുത്തിയിട്ട് അത് പുറപ്പെടുകയാണ്. അതിന് വേഗത പ്രശ്നമല്ല, കിതപ്പ് പ്രശ്നമല്ല. എന്തുകൊണ്ടെന്നാൽ തൻ്റെ യജമാനൻ പുറത്തിരിക്കുന്നുണ്ട്, തനിക്ക് 2 നേരം ഭക്ഷണം തരുന്ന യജമാൻ. ആ യജമാനോടുള്ള നന്ദി കാണിക്കാണ്, അതീവ കിതച്ചുകൊണ്ട് പായാണ്. എന്താണ് കാര്യം? ആ കുതിരക്ക് ഇയാളോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഓടുന്നത്. അത്രയും കിതക്കുന്നുണ്ട്, അത്രയും തീപ്പൊരി പാറുന്നുണ്ട്. പിന്നെയോ പ്രഭാതം അതിനൊരു പ്രശ്നമേ അല്ല. ആ സമയത്താണ് അത് എരച്ചു പായുന്നത്. അത് മാത്രമല്ല, ഫൽമുഗീറാതി സുബ്ഹൻ ഫഅസർന ബിഹി നഖാ, അതിന്റെ കാലുകൾ തട്ടി ഉരസി, അല്ലെങ്കിൽ അതിന്റെ അടിഭാഗത്ത് നിന്ന് പൊടിപടലങ്ങൾ പാറിക്കൊണ്ടിരിക്കുകയാണ്. തീപ്പൊരി പാറുന്നു, പൊടിപടലങ്ങൾ പാറുന്നു, കിതച്ചുകൊണ്ട് ഓടുന്നു. പ്രഭാതം അതിന് പ്രശ്നമേ അല്ല. എന്നിട്ടോ ഫൽമുഗീറാതി സുബ്ഹൻ ഫഅസർന ബിഹി നഖാൻ ഫവസത്ന ബിഹി ജംആ, മൊത്തം മനുഷ്യരാശി കാവൽറിയായി, ബറ്റാലിയനായി ആയുധം കൊണ്ട് നിൽക്കാണ്. അതിന്റെ മധ്യത്തിലേക്ക്, അതിന്റെ ഉസ്തയിലേക്കാണ് അടിച്ചു കയറുന്നത്. അതിനൊരു പേടിയുമില്ല, ഭയമില്ല. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് കുതിര ഓടിക്കയറുന്നത് എതിർപക്ഷത്തിന്റെ ഉള്ളിലേക്ക്. പക്ഷെ എന്തുകൊണ്ടെന്നാൽ ഈ മാസ്റ്റർക്ക് വേണ്ടിയിട്ടാണ്. ഈ മാസ്റ്റർ 2 നേരം ഭക്ഷണം തരുന്നതിന്റെ പേരിലാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്താണ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഈ മിണ്ടാ പ്രാണിയുടെ ഈ നന്ദിയെ കുറിച്ച് അള്ളാഹുണ്ട് പറഞ്ഞിട്ട് പറയാണ്, തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. അവന് 2 നേരത്തെ ഭക്ഷണം മാത്രമല്ല കൊടുക്കുന്നത്,
അവൻ്റെ കിഡ്നിയെ, അവൻ്റെ ലിവറിനെ, അവൻ്റെ എല്ലാ ഫങ്ഷൻസിനെയും നടപ്പിലാക്കി അവന് ശ്വാസം കൊടുത്ത്, അവന് വെള്ളം കൊടുത്ത്, അവനെല്ലാ കാര്യങ്ങളും കൊടുത്ത്, അവൻ ഏറ്റവും നല്ല ജീവിതം കൊടുത്ത്, എല്ലാം കൊടുത്തിട്ടും അള്ളാഹുവിനോട് അവൻ നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, അല്ലാഹുവിൽ യഖീൻ, എൻ്റെ അള്ളാഹിനെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, മലക്കുകളെ കൊണ്ട് കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം മലക്കുകളും ഈ ലോകത്ത് നിന്ന് തകർന്നു പോകാനുള്ളതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അങ്ങേയറ്റം ബഹുമാനമാക്കപ്പെട്ടവനും ജലാലുമായ ഗാംഭീര്യമുള്ളവനുമായ അള്ളാഹുവിന്റെ വജ്ഹു മാത്രം ബാക്കിയാകും. വേറുള്ളത് മുഴുവൻ നശിക്കാനുള്ളതാണ്. മലക്കുകൾ നശിക്കാനുള്ളത്, ജിന്നുകൾ നശിക്കാനുള്ളത്, മനുഷ്യർ നശിക്കാനുള്ളത്, എല്ലാം ഫാനാകാനുള്ളതാണ്. അല്ലാഹു ബാക്കി മിൻ കുല്ലി ഫാനി, എല്ലാം നശിക്കുന്നതിൽ നിന്നും അല്ലാഹു മാത്രമാണ് ബാക്കിയാകുന്നത്. ഈ അല്ലാഹുവിലാണ് നമ്മുടെ യഖീൻ. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ കാര്യങ്ങൾ നടക്കുകയില്ല. വസ്തുക്കളിലേക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ അല്ലാഹുവിലേക്കാണ് തിരിയേണ്ടത്. അല്ലാഹു തീരുമാനിച്ചാൽ ഈ വസ്തുക്കളിലൂടെ അല്ലാഹു കാര്യങ്ങൾ നടത്തും. വസ്തുക്കൾ ഇല്ലാതെ അല്ലാഹു കാര്യങ്ങൾ നടക്കും. വസ്തുക്കൾക്കെതിരായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നടത്തും. 3 രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഉലമാക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്നുകിൽ വസ്തുക്കളിലൂടെ, അല്ലെങ്കിൽ വസ്തുക്കളില്ലാതെ, അല്ലെങ്കിൽ വസ്തുക്കൾക്കെതിരായി. വസ്തുക്കൾക്കെതിരായി നടത്തുന്നതാണ് ഏറ്റവും ടോപ്പ്. കാരണം ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, തീയെന്നും കത്തുന്നതാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ വസ്തുക്കൾക്കെതിരായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ ഇല്ലാതെയാക്കല്ല ചെയ്തത്, തീനെ കെടുത്തല്ല ചെയ്തത്, തീനെ മഴ പെയ്യിപ്പിച്ചില്ലാണ്ടെയാക്കല്ല ചെയ്തത്. ആ തീനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വസ്തുവിനെതിരായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽനാ യാ നാറു കുനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം, വെള്ളമെന്ന് മുക്കുന്നതാണ്, മറ്റാ വെള്ളത്തിനെ മാറ്റിക്കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കൊടുക്കുകയാണ്. സഹോദരന്മാരെ, കത്തിയെന്ന് മുറിയുന്നതാണ്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കത്തിക്കെതിരെയാണ് പ്രവർത്തിച്ചത്. കാരണം അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു കത്തിയെ കൊണ്ട് മുറിക്കാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഴുത്തിൽ വസ്തുക്കൾക്കെതിരെ പ്രവർത്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലും പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ഈ അല്ലാഹുവാണ് ഏറ്റവും വലിയത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ മനസ്സിലാകണം. ഈ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കലാണ് എൻ്റെ സൃഷ്ടിപ്പിന്റെ, എന്നെ സൃഷ്ടിച്ചതിന്റെ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അതാണ്. ഒരിക്കൽ എൻ്റെ അല്ലാഹുവിനെ മനസ്സിലാകണം. അതിനാദ്യം വേണ്ടത് തൗബയാണ്. മുഴുവൻ മനുഷ്യരാശിയും അല്ലാഹുവിലേക്ക് അടുക്കുന്ന തൗബ. എൻ്റെ ജീവിതം ഇല്ലാതെ പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ വൃഥാവിലായി പോയല്ലോ എന്ന അവസ്ഥയിൽ ഖേദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരും. കാരണം അല്ലാഹു ഏറ്റവും വലിയ കരുണയുള്ളവനാണ്. വഹ്ശിക്ക് മാപ്പ് കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അനസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, വഹ്ശി ആ ഹംസ റളിയല്ലാഹു തആലയെ വധിച്ച സന്ദർഭത്തിൽ, അഥവാ ക്രൂരമായ രീതിയിൽ ചാട്ടുളി എറിഞ്ഞിട്ട് ഈ ലോകത്തോട് വിട പറയിച്ച സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയുണ്ടായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി, യാ അമ്മി യാ ഹംസ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി. സഹോദരന്മാരെ, എത്ര സങ്കടം ഉണ്ടാവും. എന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട്, ഹിന്ദ എന്ന പെണ്ണ് വന്നിട്ട് കരളെടുത്തിട്ട് നെഞ്ചി കീറിയിട്ട് കരൾ വാളുകൊണ്ട് തന്നെ കുത്താണ്. താരിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. കുത്തിയെടുത്തിട്ട് വെള്ളിൻ ഡൗവിഷസിനെ പോലെ, ഒരു തരം ആടുന്ന പിശാചിനിയെ പോലെ കിടന്നിട്ട് ആടുകയാണ്. എന്തായിരിക്കും ആ രംഗം? ശ്വാസമ പൊട്ടിക്കരഞ്ഞു. കാരണം വയസ്സുകൊണ്ട് വലിയ വ്യത്യാസമില്ലാത്തവരാണ് രണ്ടുപേരും. എളാപ്പയാണെങ്കിലും ശരി, ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനാണ്. സഹാബാക്കളിൽ ഏറ്റവും ഉമർ റളിയല്ലാഹു തആല എന്നെ പറയുന്നുണ്ട്, നഊദു ബില്ലാഹ്, ഒരിക്കൽ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അല്ലാഹു ആ വാക്കിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. അതുണ്ടായൊരു സംഭവമായതിൻ്റെ പേരിൽ പറയാണ്. ഉമർ റളിയല്ലാഹു തആല പുറപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിലെ ആകെ ഭയം ഹംസയെക്കുറിച്ച് ആലോചിച്ച് മാത്രമായിരുന്നു. കാരണം ഹംസ ചില്ലറക്കാരനല്ല. ഹംസ വലിയ അഭ്യാസിയാണ്. മുഴുവൻ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ ആ കാര്യത്തിലുള്ള മാസ്റ്ററാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് കീഴ്പ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് വഹ്ശി ചാട്ടുളി എറിഞ്ഞു, ഈ ലോകത്തോട് വിട പറഞ്ഞു. മക്കം ഫതഹിൻ്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിലേക്ക് എത്തി, അഥവാ മക്കയിലേക്ക് തിരിച്ചെത്തി. വിജയത്തോടു കൂടി തിരിച്ചു വരാൻ എല്ലാവരും കീഴടങ്ങി, ഒരു യുദ്ധമോ സമരമോ ഇല്ലാതെ തന്നെ. സഹോദരന്മാർ, ആ സന്ദർഭത്തിൽ വഹ്ശി ഒളിച്ചോടി. കാരണം ആർക്ക് മാപ്പ് തന്നാലും എനിക്ക് മാപ്പ് തരൂല. കാരണം ഞാൻ ചെയ്ത ക്രൂരത അതാണ്. ഇത് മനസ്സിലാക്കി വഹ്ശി പോവാണ്. സഹോദരന്മാരെ, ആ വഹ്ശി പോയി. ആദ്യം ഒരായത്തും കൊണ്ടയച്ചു, പിന്നെ ഒരായത്തും കൊണ്ടയച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം വഹ്ശിക്ക് എക്സ്ക്ലൂസീവ്ലി വഹ്ശിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആയത്തിറക്കി. ആയത്ത് അത് സബബുൻ നുസൂൽ, അത് ഇറങ്ങാനുള്ള കാരണം വഹ്ശിയാണ്. അത് നമുക്കൊക്കെ ഉള്ള ആയത്താണ്. ഞാൻ മുമ്പൊരു ആലിമിൻ്റെ സംസാരത്തിൽ കേട്ടിട്ടുണ്ട്, അതായത് ഹറമിലെ ഇമാമാർ ഇപ്പോഴും ആയത്തെത്തുമ്പോൾ ഒന്ന് കരയാറുണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതിന് ഞാൻ കഴിഞ്ഞ റമദാനിൽ, അതിൻ്റെ മുമ്പത്തെ റമദാനിൽ